ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 22 കൂട്ടായ്മ. പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ ആദ്യകാല ഇടപാടുകളിലൊന്നിൽ എന്നെ കണ്ണുനീരിലാക്കിയ ഒരു അനുഭവമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, നിന്നെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഹിതമെന്തെന്ന് എന്നെ അറിയിക്കണമേ. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പൈതലിനെ പോലെയാണ് ഞാൻ ആ ചോദ്യം ആത്മാർത്ഥതയോടെ ചോദിച്ചത്. എന്റെ സത്യസന്ധമായ ചോദ്യത്തിൽ അവൻ കോപിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ മറുപടി ഇതായിരുന്നു: ഞാനാണ് നീയുമായി കൂട്ടായ്മയിലായിരിക്കുന്നത്. വിരലിഞ്ഞൊടിക്കുന്നത് പോലെ ആ വേദവാക്യം എന്റെ മുമ്പിൽ മിന്നിമറഞ്ഞു. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13 അധ്യായം 4 തിരുവചനം. അങ്ങനെ തന്നെ എന്നോട് കൂട്ടായ്മ കാണിക്കുന്ന പരിശുദ്ധാത്മാവാണ് കൂട്ടായ്മ നടത്തുന്നത്. തുടർന്നുള്ള എൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: പുത്രനോടല്ലാതെ നിന്നോട് തന്നെ എനിക്ക് എങ്ങനെ കൂട്ടായ്മ സാധിക്കും? അത് ആയിരിക്കുന്നത് പോലെ തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഞാനാണ് നിന്നെ സഹായിക്കുന്നത്. പുത്രനോടുള്ള പ്രാർത്ഥനയ്ക്കും ഞാനാണ് നിന്റെ സഹായി എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഉടനെ തന്നെ പ്രാർത്ഥനയോടുള്ള എൻ്റെ സമീപനം പരിപൂർണമായി വ്യത്യാസപ്പെട്ടു. സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കുവാൻ എനിക്കൊരു സ്വർണ്ണ താക്കോൽ ലഭിച്ചതുപോലെ തോന്നി. ആ നിമിഷം മുതൽ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് സംസാരിപ്പാൻ എന്നെ തുണയ്ക്കുന്ന ഒരു നല്ല സഖിയെ എനിക്ക് ലഭിച്ചു. ആക്ഷരികമായി തന്നെ മുട്ടിന്മേൽ നിൽക്കുവാൻ എന്നെ സഹായിക്കുകയും പിതാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് പ്രചോദനമായി തീരുകയും ചെയ്തു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ! അതിനായിട്ടത്രേ പരിശുദ്ധാത്മാവ് കാംക്ഷിക്കുന്നത്. നിങ്ങളുമായുള്ള കൂട്ടായ്മ ഒന്നുകൂടി ഞാൻ വിശദമാക്കാം. അപേക്ഷകളും പരാതികളും പ്രാർത്ഥനയിൽ ഉള്ളതുപോലെ കൂട്ടായ്മയിലില്ല. എനിക്ക് അല്പം ഭക്ഷണം ദയവായി തരുമോ എന്ന് ചോദിച്ചാൽ അതെന്റെ ഒരു അപേക്ഷയാണ്. എന്നാൽ കൂട്ടായ്മ അതിനേക്കാൾ അധികം വ്യക്തിബന്ധം ഉളവാക്കുന്നതാണ്. ഇന്ന് താങ്കൾ എങ്ങനെയിരിക്കുന്നു? നമുക്ക് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാം. ഇതൊക്കെയാണ് കൂട്ടായ്മ. സ്വാർത്ഥത നിറഞ്ഞ അപേക്ഷകളൊന്നും കൂട്ടായ്മയിലില്ലെന്നും ഓർക്കുക. സഖിത്വം, സ്നേഹം, സഹകരണം എന്നിവയ്ക്കാണ് കൂട്ടായ്മയിൽ മുഖ്യത. അങ്ങനെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നത് എൻ്റെ സ്വഭാവമായി. പരിശുദ്ധാത്മാവേ, നീ ഇപ്പോൾ കടന്നുവന്ന് എന്നെ പ്രാർത്ഥിപ്പാനായി സഹായിക്കുക. ഇങ്ങനെയായി എൻ്റെ പ്രാർത്ഥന. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം 26 മുതൽ 27 വരെയുള്ള തിരുവചനം. എന്താണ് പറയേണ്ടതെന്നറിയാതെ നാം കുഴങ്ങുമ്പോൾ നമ്മുടെ സഹായത്തിനായി അവൻ കടന്നു വരുന്നു. ഞാൻ മനസ്സിലാക്കിയ അടുത്ത തത്വം ഇതാണ്: ബൈബിളിന്റെ ഏക അധ്യാപകൻ അഥവാ ഗുരു പരിശുദ്ധാത്മാവാണ്. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. 1 കൊരിന്ത്യർ 2 അധ്യായം 12-13 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ ആദ്യ ഇടപാടിൽ തന്നെ അവനാണ് വലിയ ഗുരു എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. സകല സത്യത്തിലും എന്നെ വഴി നടത്തുവാൻ പ്രാപ്തനായ ഗുരു. ഈ വേദഭാഗത്തിന്റെ ശരിയായ ആശയം എന്താണെന്ന് ദയവായി പറഞ്ഞു തരികയെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു തുടങ്ങിയതിന്റെ രഹസ്യം അതുതന്നെ. എന്നാൽ വീണ്ടും ചിലത് അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു. നീ എന്താകുന്നു? നീ ഇത്ര വ്യത്യസ്തനായിരിക്കുന്നത് എന്താണ്? നീ എങ്ങനെയുള്ളവനാണെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയായിരുന്നു എൻ്റെ അന്വേഷണ ബുദ്ധി പറഞ്ഞത്. അവൻ എന്നെ ഒരു ദർശനം കാണിച്ചു. ഒരു ശക്തനായ മനുഷ്യനെയും ശിശുതുല്യനായ മറ്റൊരുവനെയും ഒരേ സ്ഥലത്ത് എന്നെ ദർശനത്തിൽ കാണിച്ചു. അവൻ എന്നോട് പറഞ്ഞത്: ഒരു പൈതലിനെ നീ ഉപദ്രവിക്കുമ്പോൾ അവൻ നിന്നിൽ നിന്നും അകന്നു മാറും. എന്നാൽ ഒരു പൈതലിനെ ലാളിച്ചാൽ അവൻ നിന്നോടടുത്തു വരും.
അപ്രകാരമാണ് ഞാൻ അവനോട് സമീപിച്ചത്. അവൻ സൗമ്യനായിരിക്കുമ്പോൾ തന്നെ ശക്തനും വീരനുമാണ്. അവനെ സ്നേഹിക്കുന്നവനോട് എപ്പോഴും അടുത്തിരിക്കുവാൻ ഒരു പൈതലിനെ പോലെ അവൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ സാരിത്തുമ്പിലോ അപ്പന്റെ പാൻസിലോ പിടിച്ചു തൂങ്ങുന്ന ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. മാതാപിതാക്കൾ പോകുന്നിടത്തെല്ലാം പിടിച്ചു തൂങ്ങി ആ പൈതലും അവരെ അനുഗമിക്കും. ആ കുഞ്ഞുങ്ങൾ ശരിയായ വിധത്തിൽ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതിന് മതിയായ തെളിവാണിത്. പരിശുദ്ധാത്മാവും ആ വിധത്തിലാണ്. തന്നെ സ്നേഹിക്കുന്നവരോട് അവൻ ചേർന്ന് നിൽക്കും. മഹാനായ സുവിശേഷകൻ ചാൾസ് ഫിന്നി പ്രസംഗിക്കുമ്പോൾ ഈ ശക്തിയിൽ വെട്ടേറ്റ് പാപമേറ്റുപറയുന്ന അവസ്ഥയിലേക്ക് ജനക്കൂട്ടങ്ങൾ കടന്നു വന്നത് എങ്ങനെയാണ്? ശവക്കല്ലറകളിന്മേൽ കയറി നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജോൺ വെസ്ലിയിന്മേൽ ആവശിച്ച ശക്തി ഏതാണ്? അവരുടെ ശുശ്രൂഷകളിന്മേൽ സന്നിഹിതനായിരുന്ന പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി തന്നെ. പൂർണ്ണ സുവിശേഷ ബിസിനസ്മെൻ കൺവെൻഷൻ ന്യൂയോർക്ക് നഗരത്തിൽ സമ്മേളിച്ചപ്പോൾ കാതറിൻ കുൾമാൻ അതിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞ് ജനത്തിരക്കിൽ പെട്ടുപോകാതെ ഇരിക്കാൻ അടുക്കളയുടെ സമീപമുള്ള എലിവേറ്ററിലൂടെ പോകുവാൻ അടുക്കളയിൽ പ്രവേശിച്ചു. ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നോ കാതറിൻ കുൾമാനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത പാചക വിദഗ്ധർ ആ അടുക്കളയിൽ ഉണ്ടായിരുന്നു. കാതറിനാണ് നടന്നു പോകുന്നതെന്ന് പോലും അറിയാതെ തങ്ങളുടെ വെളുത്ത കിന്നരിത്തൊപ്പിയും ഉടുപ്പും ധരിച്ചുകൊണ്ട് അവർ ജോലിയിൽ വ്യാപൃതരായിരുന്നു. കാതറിൻ നടന്നു പോകുമ്പോൾ എല്ലാ പാചകക്കാരും തറയിൽ മലർന്നടിച്ചു വീണുപോയി. കാതറിൻ അതുവഴി കടന്നുപോയതല്ലാതെ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചതുപോലുമില്ല. എന്താണ് സംഭവിച്ചത്? യോഗം കഴിഞ്ഞിരുന്നെങ്കിലും അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തി അവരെ വിട്ടുമാറിയിരുന്നില്ല. പരിശുദ്ധാത്മാവ് ആരാണ്? അവൻ ദൈവശക്തിയാണ്. ഞാൻ തനിയെ എന്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തി എനിക്ക് അധികമായി വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. വലിയവനായ പരിശുദ്ധാത്മാവെ, ഇപ്പോൾ കടന്നുവന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങുമോ എന്ന് ദിവസങ്ങളും മണിക്കൂറുകളും എൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേറെ എവിടെ എനിക്ക് സഹായം ലഭ്യമാകും? എൻ്റെ കുടുംബം എനിക്കെതിരാണ്, സഖികളും ചുരുക്കം. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് മാത്രം. ശക്തിയേറിയൊരു കാറ്റുപോലെ അവൻ കടന്നു വന്ന സമയങ്ങളുണ്ട്. വസന്തത്തിലെ മന്ദമാരുതനെ പോലെയും അവൻ വന്നിട്ടുണ്ട്. ഇനിയും ഉൾക്കൊള്ളുവാൻ എനിക്ക് പ്രാപ്തിയില്ല എന്ന് തോന്നുന്നതുവരെ ദൈവം തന്റെ സന്തോഷം എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അവനുമായി ഞാൻ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്റെ കൂട്ടായ്മ അനുഭവിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് അന്യോന്യം പങ്കുവെക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനുമായി കൂട്ടായ്മ